ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. പ്രകാശൻ അങ്ങനെ ആകെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. എന്തായാലും ഇനി നന്മയുടെ പാതയിൽ നടക്കാനാണ് അവൻ തീരുമാനിച്ചിട്ടുള്ളത്. അവനെ ആരും മനസ്സിലാക്കുന്നില്ല. അവൻ മാറിയെന്നും അതുപോലെ തന്നെ മറ്റുള്ളവരെ എല്ലാവരും അവനെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും തന്നെയാണ് വരുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ അവൻ എന്തായാലും തന്റെ മകനെ കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെ എത്തുമ്പോൾ പ്രകാശിനെ കാണുന്ന വിക്രം പറയുകയാണ്, ഓ താനായിരുന്നോ? താൻ എന്തിനാണോ ഇങ്ങോട്ട് വന്നത്? താൻ എന്തെങ്കിലും സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണോ? തന്റെ പെൺമക്കളുടെ ആരെങ്കിലും താൻ കൊന്നോ? ഈ ഒറ്റക്കാലം വെച്ച് നടക്കുന്നത് താൻ എന്തിനാ ഇടക്കിടക്ക് എന്നെ കാണുന്നത്? എൻ്റെ പൈസ ഒന്നുമില്ലൂടെ തനിക്ക് തരാനായിട്ട്. അങ്ങനെ ആ പെൺമക്കളെ കൊന്നിരുന്നെങ്കിൽ എൻ്റെ അച്ഛനാണ് താനെന്ന് പറയാൻ എനിക്കൊരു അന്തസ്സുണ്ടായി. ഇതിപ്പോ എനിക്കൊന്നും തന്നെ അച്ഛനായിട്ട് എനിക്ക് പറയാൻ തന്നെ നാണക്കേടാണെന്നൊക്കെ അങ്ങനെ പൊന്നോമന പുത്രൻ, നെഞ്ചിലേറ്റിയ പുത്രൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പ്രകാശന്റെ നെഞ്ച് നിന്നു പോകുന്നൊരവസ്ഥയാണ്. ഏകദേശം വിക്രത്തിന്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രകാശൻ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും പ്രകാശൻ വിക്രത്തിനോട് പറയുന്നുണ്ട്, എടമോനെ, ഞാൻ നിന്നെ കാണാൻ വരുന്നത് നിന്റെ പൈസ മോഹിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പെൺമക്കളെ കൊല്ലാൻ നിനക്ക് നല്ല വാർത്ത തരാനോ വേണ്ടിയിട്ടല്ല. നിന്നെ കാണണമെന്നൊരു ആഗ്രഹം തോന്നിയത് കൊണ്ട് മാത്രമാണ്. പക്ഷെ ഇനി വരില്ല. ഈ അച്ഛൻ ഇനി എന്തായാലും നിന്റെ അച്ഛനല്ല. എൻ്റെ പെൺമക്കളെ സ്നേഹിച്ച് ജീവിക്കാനാണ് ഇനി എൻ്റെ ആഗ്രഹം. എൻ്റെ പെൺമക്കളെ ഞാൻ എത്രയോ ദ്രോഹിച്ചിരിക്കുന്നു. എൻ്റെ കല്യാണി മോളെ, അവളെ ഞാൻ ചെറുപ്പത്തിലെ മുതലേ വെറുത്തു തുടങ്ങിയതാണ്. എല്ലാ സ്നേഹവും വാരിക്കോരി നിനക്ക് തന്ന്, നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തന്ന്, എല്ലാവരുടെയും പഴി ഇപ്പോൾ ഞാൻ കേൾക്കേണ്ട അവസ്ഥയായി. എന്തായാലും ഇനി ഇങ്ങനെ ഒരു മകൻ എനിക്കില്ല. ഞാൻ ഈ നടക്കുന്നുണ്ടല്ലോ, ഈ കാലൊടിച്ച് എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ കാലൊടിച്ചത്. പക്ഷേ എനിക്കതിൽ യാതൊരു തരത്തിലുള്ള വിഷമവും ഇല്ല. കാരണം ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അത്ര തന്നെയാണ്. നിന്നെ സ്നേഹിച്ചതാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്. തന്നെയല്ല, ഈ കയ്യിലിരിക്കുന്ന ഈ ഊന്നുവടി അത് എൻ്റെ മകൾ കല്യാണി എനിക്ക് തന്നതാണ്. എന്നെ ഒരുപാട് വട്ടം അവൾ സ്നേഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സ്നേഹത്തിനായി അവൾ കൊതിച്ചിരുന്ന കാലം ഒരുപാടുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്താണ് അവൾ എന്നെ വെറുത്തു തുടങ്ങിയത്. ഞാനൊന്ന് മോളെ എന്ന് വിളിക്കാൻ എൻ്റെ മോൾ ഇപ്പോഴും കാത്തിരിക്കായിരിക്കും. പക്ഷേ ഇനി എന്തായാലും നിന്റെ അരികിലേക്ക് ഞാൻ വരില്ല. ഇങ്ങനെ ഒരു മകൻ എനിക്ക് വേണ്ടതാനും. പിന്നെ തന്നെയല്ല, എൻ്റെ ആശുപത്രി ചെലവും അതുപോലെ തന്നെ ഇതിനു മുമ്പുണ്ടായിരുന്ന കടങ്ങളും ഒരുപാട് കാര്യങ്ങളും കല്യാണി എനിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു. ഞാൻ അതൊക്കെ മറന്നത് നിനക്ക് വേണ്ടി മാത്രമായിരുന്നു. നീ നന്നാവും, ഇന്നല്ലെങ്കിൽ നാളെ നീ നന്നാവും, നീ എനിക്കൊരു തണലാകും ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്. ഇനി ഒരിക്കലും എനിക്കിപ്പോൾ മനസ്സിലായി, ആൺമക്കളും പെൺമക്കളും തമ്മിൽ യാതൊരു തരത്തിലുള്ള വേർതിരിവ് കാര്യങ്ങൾ ഇനി എൻ്റെ മനസ്സിൽ ഇനി ഉണ്ടാകില്ല. തന്നെയല്ല, നിന്നെ ഞാൻ വെറുത്തുപോയി, ഇങ്ങനൊരു മകൻ എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട്. അങ്ങനെ പ്രകാശന്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വിക്രത്തിന് ആകെ അന്തം വിട്ട് നിൽക്കണം. വിക്രം പറയുന്നു, താൻ പോകണമെങ്കിൽ പോടോ, താൻ തൻ്റെ പെൺമക്കളെ സ്നേഹിക്കും. പക്ഷെ അധിക കാലം അവരെന്തായാലും അങ്ങനെ നിൽക്കില്ല. അപ്പൊ പറയുന്നുണ്ട്, എൻ്റെ പെൺമക്കളെ എന്തെങ്കിലും നീ ചെയ്താൽ നിന്നെ ഞാൻ ആദ്യം കൊല്ലും. എൻ്റെ നെഞ്ചിൽ ചവിട്ടിയിട്ട് വേണം നീ എൻ്റെ പെൺമക്കളെ നീ എന്തെങ്കിലും ചെയ്യാനായിട്ട്. അത് നടക്കില്ലടാ, നീ അത് ഓർത്ത് നിൽക്കാൻ വേണ്ട എന്ന് പറയുന്നുണ്ട് പ്രകാശൻ. എന്തായാലും പ്രകാശൻ പുറത്തിറങ്ങിയിട്ട് നേരെ പോകുന്നത് ഒരു കുളത്തിലാണ്. അമ്പലക്കുളത്തിൽ ഇങ്ങനെ മുങ്ങി താന്ന് കുളിക്കുകയാണ്. അങ്ങനെ പ്രകാശൻ അവൻ ചെയ്ത പ്രവൃത്തികളൊക്കെ, അവൻ നല്ല മനസ്താപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം തൻ്റെ പെൺമക്കളെ സ്നേഹിക്കാൻ തന്നെയാണ് പ്രകാശന്റെ തീരുമാനം. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ പ്രകാശൻ വിക്രത്തിനെ തള്ളിക്കളഞ്ഞ് കല്യാണിയെയും കാർത്തികയെയും സ്നേഹിക്കുന്ന ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ, താങ്ക്